ലിപ്സ്റ്റിക് പോവും ലിപ്സ്റ്റിക് പോവും. ലിപ്സ്റ്റിക് പോകാതെ കിസ് ചെയ്യാൻ പറ്റും. ഓക്കെ വാ ഇതല്ല നിങ്ങൾ ആ സൈഡ് കണ്ടു സിജോ, ആ സൈഡ് കണ്ടു, ഈ സൈഡ് കണ്ടില്ലെന്നാണ്. ഞാൻ അവിടെ നോക്കിയത് ഞങ്ങൾ നോക്കിയത്. ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. അല്ല ഞാൻ പറഞ്ഞ പോരെ. ഇല്ല 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 ഏഞ്ചൽ അടുത്തായിട്ട് അല്ല ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. സായി എന്നെ കൊണ്ടിപ്പോ 3ാമത്തെ തവണയാണ് കിസ് ചെയ്യിപ്പിക്കുന്നത്. 2 തവണ കിസ് ചെയ്തിട്ടുള്ളോ? മീഡിയക്കാര് പോകരുത്, മീഡിയക്കാര് പോകരുത്, മീഡിയക്കാർ അടുത്തതായിട്ട് സായി സ്നേഹം കൂടെ ഞങ്ങൾ കിസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കിസ് ചെയ്യാൻ വേണ്ടി ആദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് നിന്റെ കിസ് കഴിഞ്ഞില്ല, നീ മാറി, നീ അവര് കിസ് അടിക്കണം. അകലം പാലിച്ച് നിൽക്കാൻ ഇതെല്ലാം നടക്കുമോ? ട്രയൽ വേണോ? ട്രയല് സായിക്കെന്തോ പറ്റിയിട്ടുണ്ട്. കിസ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ആർക്കായാലും എനിക്ക് ചിരിച്ചിവിടെ ഒന്ന് സംസാരിച്ചോ? എന്താ വെച്ചാൽ സംസാരിച്ചു. ഇപ്പൊ സംസാരിക്കാം. ഇപ്പഴാണെങ്കിൽ ബാച്ച് 2 ദിവസം കഴിഞ്ഞത് കഴിയും. 2 ദിവസോ? പിന്നെ പറയണ്ടേ? എന്തുള്ളു പറഞ്ഞു അങ്ങോട്ടേക്ക് നോക്കിട്ട്. എന്റെ അടുത്തല്ല, അവിടെ ഫോട്ടോ എടുക്കുന്ന സുഖമല്ലേ? എങ്ങനെയാണോ കംഫർട്ടബിൾ അങ്ങനെ. ഓക്കെ, ഇരുന്ന് പറഞ്ഞാൽ മതി. പ്രസംഗം പോലൊന്നും വരുന്നില്ല, അത്രയൊന്നും വരുന്നില്ല. ഇല്ല, ഇവിടെ എല്ലാം ഉടനടി വേഗം കാര്യമൊന്നുമില്ല. ഞാൻ പറയാം. എന്താണ് നിന്റെ ചോദ്യം? എന്താണ് പറയാം? ചോദ്യമില്ല, ഇവിടെ ആദ്യം പറയും. ചോദ്യം ടൈം ഉണ്ട്. ഓക്കെ, ഇപ്പൊ ഞാൻ തന്നെ പറയാം. ഞങ്ങൾ ഏകദേശം 6 വർഷം പ്രേമിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പോൾ 6 വർഷം പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാൻ തന്നെ വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മളുമായിട്ട് വളരെ അടുപ്പമുള്ള, ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ഇപ്പൊ ഇവിടെയുള്ള എല്ലാവരും എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഞാനായിട്ട് വളരെ അറിയാവുന്ന, എന്ത് തമാശയും പറയാൻ പറ്റുന്ന, കളിയും ചിരിയും തമാശയായിട്ട് കൂടുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇരിക്കുന്ന എല്ലാവർക്കും തന്നെ ലിനുവിനെ എന്നെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ 6 വർഷം കടന്നുപോയ കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളിനകത്തൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് ഫ്രണ്ട് ഇരിക്കുന്ന എല്ലാവരും തന്നെ. അത് വലിയൊരു കാര്യമാണ്. കാരണം 6 വർഷം ഒരാളെ പ്രേമിക്കുക. ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഏകദേശം അതെ പ്രേമത്തിന്റെ കാര്യത്തിൽ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലിനുവിനേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ലിനുവിന്റെ അറിവിൽ തന്നെ എന്റെ 6ാമത്തെ പ്രണയം കൊണ്ടാണ് തോന്നുന്നു ലിനു. എന്തോ കുഴപ്പമില്ലിരിക്കട്ടെ. അപ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ലിനുവിനെ പോലെ ഇത്രയും എന്നെ കെയർ ചെയ്യുന്ന, ഇത്രയും ഉത്തരവാദിത്ത ബോധമുള്ള, ഇത്രത്തോളം ഉത്തരവാദിത്ത ബോധമുള്ള, അല്ലെങ്കിൽ ഇത്രയും നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് ലിനുവിനോട് ഇത്രയും സ്നേഹം തോന്നാനുള്ള റീസണും അത് തന്നെയാണ്.
കാരണം ഞാൻ ഇതിനു മുമ്പ് പല പെൺകുട്ടികളും പ്രേമിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള കോളേജിലുള്ള അവരുടെ നിപ്പുണ്ട്. അപ്പോൾ അവന്മാരെനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് 2-3 മാസം കഴിയുമ്പോൾ ഇതങ്ങ് തീരും എന്നുള്ളത്. അങ്ങനെ തീർന്നിട്ടുമുണ്ട്. പക്ഷേ അല്ല സാറിനെ പക്ഷേ ഇത് ഇത്രയും നാളും നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ലിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ് അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഞാൻ ഇതിനുമ്പ് ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ലിനു എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ മോശം സിറ്റുവേഷനിൽ നിന്ന് ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ ഈ അഫെയർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം. കാരണം സാമ്പത്തികപരമായിട്ടും മെന്റലിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മോശം സമയത്താണ് ലിനുവിൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അവിടെ മുതൽ ഞാൻ ഇവിടം വരെ, അതായത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് ലിനു എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്. ലിനു എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞാനിപ്പോ എന്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ലിനുവിലേക്ക് ചോദിക്കാറുണ്ട് ഇത് വേണോ വേണ്ടയോ എന്നുള്ളത്. അതിപ്പോ എന്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനൊരു ലിനുവിന്റെ ഡിസിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ലിനു എൻ്റെ അടുത്ത് ലിനു കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും എന്താണ് വേണ്ടതെന്നുള്ളത്. ലിനു എന്ത് പറഞ്ഞാലും അത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ശരിയായിട്ട് വരാറുമുണ്ട്. ചില സമയത്ത് ഞങ്ങള് തർക്കം ഉണ്ടാവും, രണ്ടുപേരും രണ്ടഭിപ്രായമായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ലിനു പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് വരാറുള്ളത്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ലിനു ഭയങ്കര പൊളിയാണ്. അപ്പോ അതെ, എന്നെ സായിനെയും പട്ടായയിൽ പറഞ്ഞു വിട്ടത് പോലും ലിനു ആണ്. കാരണം ലിനു എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പേ നിങ്ങൾ ലൈഫ് കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം, അതിനുവേണ്ടി തായ്ലൻഡ് പൊക്കോളൂ എന്ന്. അതെ അതെ അതെ, വിടും ലിനു വിടും അല്ലേ? ഒറ്റക്കല്ല, ഞാനും സായിയും ഇപ്പൊ അഭിഷേകും ഞങ്ങൾ എല്ലാം കൂടെ പോയിട്ടൊക്കെ വരും. അല്ലടാ അത് നീ വരാത്തെ ഒറ്റക്ക്. അപ്പൊ ഞങ്ങള് അല്ല എന്നെ ഇപ്പൊ അടുത്ത മാസം ഞാൻ സായും കൂടെ ദുബായി പോകുന്നതിനും പറഞ്ഞപ്പോഴത്തേക്ക് ലിനു പൊക്കോളാൻ പറഞ്ഞല്ലേ? ഞാൻ ഇറങ്ങിയിട്ടില്ല ഇതുവരെ. നീ പറഞ്ഞില്ലടാ? പറഞ്ഞിട്ടില്ല. അപ്പം ലിനുവിനെ പരിചയപ്പെട്ടതും ഇപ്പോ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനിയൊരു 5 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ലിനുവിൻ്റെയും കല്യാണമാണ്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു ലക്കാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലിനുവിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല. അതെന്തുകൊണ്ട് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പൊ ആ ഭാഗ്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഞാനീ പറഞ്ഞ മൊത്തം എനിക്ക് വിശാൽ സായം കൂടെ എഴുതുന്നതാണ്. ഞാൻ കാണാപ്പാടം പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നതാണ്. അല്ല കേട്ടോ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞേ. അപ്പോ ലിനുവിനെ കിട്ടിയത് എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോ ഈ സന്തോഷം ലൈഫിൽ എപ്പോഴും ഉണ്ടാകുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മള് ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷവാനാണ്. ആ സന്തോഷം എൻ്റെ ലൈഫിൽ ഇനി എന്നും എപ്പോഴും ഉണ്ടാകുമെന്നുള്ള 100% വിശ്വാസം എനിക്കുണ്ട്. കാരണം ലിനു ആണ് എൻ്റെ പാർട്ണർ. എനിക്ക് അതിനകത്ത് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെ ആവട്ടെ. താങ്ക് യു. ഒരു ചെറിയൊരു അപേക്ഷ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാക്കി ഇരിക്കുന്ന ആളുകൾക്ക് നിങ്ങൾ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നില്ല. ഒന്ന് സൈഡിലോട്ടൊന്ന് ഒതുങ്ങുവാണെങ്കിൽ അവർക്കും കൂടെ മനോഹരമായിട്ട് കാണാൻ സാധിക്കും. സിജോ പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാർത്ഥത്തിൽ സത്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്ത കേട്ടോ. ഞാൻ ഇച്ചിരി മാന്യോട് സംസാരിക്കുന്നത് വളരെ എനിക്ക് കറക്റ്റായിട്ട് തോന്നുന്നത്. കാരണം പല അവസരങ്ങളിലും സിജോയും ലീനോയും കൂടെ വഴക്കിടുമ്പോഴത്തേക്ക് എന്നെ വിളിക്കാറുണ്ട്. അപ്പോഴും പറയുന്ന കാര്യങ്ങൾ ഞാൻ പറയാനുണ്ട്. ലിനു ആണ് മാക്സിമം എനിക്ക് പല കാര്യങ്ങളും ചെയ്തു. അപ്പോ അത് വളരെ ഇമോഷണലി വന്നാണെങ്കിലും വളരെ കറക്റ്റായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഒട്ടുമിക്ക ഡിസിഷൻസും ലിനുവിന്റെ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല സിജോ എന്ന് പറയുന്ന വ്യക്തി വിജയിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മുഖ്യ കാരണം അല്ലേ? ശരിയല്ലേ? സോ ജീപേ ചെയ്യാന്നാ പറഞ്ഞിരിക്കുന്നത്. തന്നാ മതി. എല്ലാം ഒന്നിച്ച് തന്നെ ഉണ്ടല്ലേ? അപ്പൊ ലിനുവിന് എന്താണ് സിജോയെ കുറിച്ചിട്ടും ജീവിതത്തെ കുറിച്ച് പറയാനുള്ളത്? അത് കഴിഞ്ഞിട്ട് ഒഫീഷ്യാലിറ്റിയൊക്കെ പോയി നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട ഏറ്റവും തറയായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ചോദിക്കേണ്ടത്. ഒരിക്കലും മാന്യമായി ചോദിക്കരുത്. അവർക്ക് പറയാൻ പറ്റുന്ന ഉത്തരങ്ങൾ വേണം എന്ന് ചോദിക്കാൻ. സോ അടുത്ത പ്ലീസ്. അച്ഛൻ പറഞ്ഞ പോലെ 6 വർഷം ആവുക. മെയ് 28 ആവുമ്പോൾ ഞങ്ങൾക്ക് 6 വർഷമാവും. ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞ് 6 വർഷം വരെ നീട്ടിക്കൊണ്ട് പോയി. ഫൈനലി അങ്ങനെ സമ്മതിച്ചു. 1 കൊല്ലമായി, പെണ്ണ് കണ്ടിട്ട് പോയിട്ട് 1 കൊല്ലമായി. പിന്നെ
2021 കെട്ടാന്ന് പറഞ്ഞ 2021 തൊട്ടില്ല. ഡിമാൻഡ് പോകുമെന്ന് പറഞ്ഞ് ബി പോകുന്നതിന് എന്നെ കിട്ടിയില്ല. എന്റെ വോട്ടിന്റെ ഗേൾസ് എന്ന് പറഞ്ഞത് അങ്ങനെ കെട്ടാഞ്ഞത്. പിന്നെ സത്യങ്ങളെല്ലാം പുറത്തു. പിന്നെ എൻ്റെ ബാക്ക് ബോണും എൻ്റെ സപ്പോർട്ടും അച്ഛൻ തന്നെയാണ്. എൻ്റെ എല്ലാ ആവശ്യത്തിനും കൂടെ നിന്നു. എനിക്ക് കുറച്ചുകൂടെ ഫ്രീഡം കിട്ടി. എൻ്റെ വീട്ടിൽ ലവ് മാരേജ് സമ്മതിച്ചു. അച്ഛയായതുകൊണ്ട് എൻ്റെ വീട്ടുകാർക്ക് അച്ഛനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അതാണ് മെയിൻ. എങ്ങനെയൊക്കെയോ അത് സംഭവിച്ചു. പിന്നെ ഇങ്ങോരെത്തി. എല്ലാം ഒരു ദൈവകൃപ. ഇനിയും നന്നായിട്ട് പോകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒരു ധ്വനിയുണ്ട്. വഴക്കം ബഹളവും അത് ഞങ്ങളുടെ മനസ്സുമുതൽ തലേന്ന് വരെ ഉണ്ടായിരുന്നു. വലിയ രീതിയിലായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടുകാരെ എഴുതി ഇത് നടക്കത്തില്ല. പക്ഷെ കല്യാണം മനസ്സുമുഖത്തിന് ഞങ്ങൾ ചിരിച്ചിരിക്കുന്നത് കണ്ടപ്പം ആരും പ്രതീക്ഷിച്ചില്ല ഇത്രയും ഉടായിപ്പാണോ ഇവര് രണ്ടും. അങ്ങനെ 6 വർഷവും ഞങ്ങൾ മിനിച്ചേട്ടനെ നന്നായിട്ട് അറിയാം. വഴക്കുണ്ടാക്കി വിളിക്കുമ്പോൾ മിനിച്ചേട്ടൻ ആദ്യം ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ സത്യമാണ്, മിനിച്ചേട്ടനെ എല്ലാം അറിയാം. പിന്നെ പെണ്ണുങ്ങളുടെ സൈഡ് കേട്ടില്ലെങ്കിൽ പ്രശ്നം വരുമെന്നറിയാലോ. അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ സൈഡും ഞാൻ പറയുന്ന എല്ലാം കേട്ട് പോയതും. അങ്ങനെ വേറൊരു കാര്യം. പിന്നെ ഇങ്ങോരെ കിട്ടി എല്ലാം നന്നായി പോയി. താങ്ക് യു. ഓക്കെ, ഇനിയിപ്പം നമുക്ക് നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് നമുക്ക് ക്ഷണിക്കാം. എന്താ എന്തെങ്കിലും പറയാനുണ്ടോ? പറഞ്ഞൊരു കാര്യം മെയിനാണ്. നമ്മളൊരു യാത്രയിലുണ്ടായിരുന്നു ഒരുമിച്ച്. അപ്പോ സിധു പറഞ്ഞൊരു കാര്യം, ഞാൻ ഇന്ന് ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒന്ന് ആവാൻ മെയിൻ ഘടകം അത് ലീന തന്നെയാണെന്ന് എഴുതി പറയായിരുന്നു. പിന്നെ കായലിൽ പോയ കാര്യം കേട്ടോ, അതങ്ങനൊന്നും അല്ല. നിങ്ങൾ ഫോണിനകത്ത് വിളിച്ച് കരയുക നിന്നിട്ട് നീ അപ്പൊ നമുക്കിനി വിളിക്കേണ്ടത് സിജോയുടെ നാട്ടിലെ ഫ്രണ്ട്സ്, അതുപോലെ തന്നെ അവിടെ നമുക്ക് തുടങ്ങാം അല്ലെ. നാട്ടിലെ ഫ്രണ്ട്സ്, കോളേജിലെ ഫ്രണ്ട്സ് ഉണ്ട്, അവരുടേക്ക് വരണം. ഇവരുടെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അറിയാവുന്നവരാണ്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കുക, അവർക്ക് ആശീർവാദം കൊടുക്കുമോ ഏതൊക്കെ കൊടുക്കുക. നമുക്ക് ഓരോരുത്തരായിട്ട് ക്ഷണിക്കണം. എല്ലാവരും ബാക്കിലേക്ക് പോകുന്നു. പറഞ്ഞപ്പോഴും പതുക്കെ എണീച്ച് സൈഡിലേക്ക് പോകുന്നു. വാ, നിങ്ങളെ വിളിച്ചത് വാ. അഖിലിന്റെ പേരാണ് ആദ്യം വന്നത്. അഖില് വരട്ടെ. പതുക്കെ മാറി അല്ലെന്നറിയോ, നമ്മുടെ ഇപ്പൊ എന്റെ ബിഗ് ബോസിലുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ എന്റെ നാട്ടിലുള്ള കൂട്ടുകാരെ അധികം ആർക്കും അറിയില്ല. അപ്പോ കാരണം ഞാൻ പണ്ട് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എടീങ്ങോട്ട് വാടാ മോനെ. ഞാൻ പണ്ടേ എനിക്ക് ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു അഫയർ ഉണ്ടായിരുന്നു. ഡിഗ്രി പഠിക്കുന്ന സമയത്തല്ല, ഡിഗ്രി കഴിയുമല്ല, അയ്യോ അത് പൊട്ടിപ്പോയി. ആ അഫയർ അങ്ങ് പൊട്ടിയിട്ട് എന്താ കേട്ടില്ല. US ഇപ്പൊ അവള് എവിടെ ഞാൻ പേര് പറയുന്നില്ല. അവളിപ്പോ UK തെറ്റരുത്. എന്നാ പറയുന്നില്ല, ഇന്നും കുറച്ച് പറയുന്നുള്ളൂ. അപ്പൊ ആ സമയത്ത് എന്റെ അഫയർ ഇങ്ങനെ ബ്രേക്കപ്പ് ആയി. ഞാനൊരു കരച്ചിലങ്ങ് തുടങ്ങി. അന്ന് കരഞ്ഞ് ഞാനൊരു വഴിയായി. കാരണം ആദ്യത്തെ തേപ്പ് എന്റെ ലൈഫിൽ കിട്ടുന്നത്. അന്ന് ഒരു 3-4 മാസം ഞാനിങ്ങനെ കരഞ്ഞ് പിഴിഞ്ഞ് നടന്ന സമയത്ത് എന്നെ പൊന്നുപോലെ കൊണ്ടു നടന്ന കുറച്ച് കൂട്ടുകാരാണ് നിഖില്, അഖില്, അനില്, അർജുൻ, അമല്, സരിൻ, സംഗീത്, ഇവരെല്ലാം ഉണ്ട്. ഇവരൊക്കെ ഇവിടെ ഉണ്ട്. എൻ്റെ നാട്ടിലുള്ള എൻ്റെ ജിജോമോൻ, അരുൺ, അഭിജിത്ത്, അവന്മാരിവിടെ ഉണ്ട്. അപ്പോൾ അവരെല്ലാവരും തന്നെ. അപ്പോൾ ആ ഒരു ജേണി എനിക്ക് ഭയങ്കര വലുതാണ്. കാരണം ഞാൻ ലൈഫിൽ എപ്പോഴും എവിടെ പോയാലും ഞാൻ കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് എത്തുന്നത് യുവമാരുടെ അടുത്തേക്ക് തന്നെയാണ്, അല്ലടാ? അപ്പൊ അതാണ് ഞാൻ പിന്നെ യുവമാരിന്ന് തുടങ്ങാന്ന് വിചാരിച്ചത്. കാരണം ഒട്ടുമിക്ക ആൾക്കാർക്ക് അറിയാത്ത ഒരുപാട് സ്റ്റോറീസ് ആണല്ലോ അതെല്ലാം തന്നെ. അപ്പോ അഖിൽ, സിജോയെ പറ്റി പറയാണെങ്കിൽ, സിജോയുടെ ലൈഫിനെ പറ്റി പറയുവാണെങ്കിൽ എന്തായാലും ഒരു ദാമ്പത്യ ജീവിതം നയിക്കാനായിട്ട് ഏറ്റവും നല്ല ഒരു എക്സ്പീരിയൻസ് ഉള്ളൊരു പറഞ്ഞു കരഞ്ഞെന്ന് പറഞ്ഞത് എന്ന് വെച്ചാൽ ഒരു സ്നേഹത്തിന്റെ അളവാണ് അവന്റെ ആ ഒരു മനസ്സിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അന്ന് കണ്ണുനീരായിട്ട് ഒത്തിരി അത് ഒരു അനുഭവം തന്നെ ആയിരുന്നു. അവൻ റിക്കവർ ചെയ്യാനായിട്ട്, ആ ഒരു പ്രണയത്തിൽ നിന്ന് അവൻ റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒത്തിരി അധികം താമസം ഉണ്ടായി. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഞാൻ അറിയുന്നത് ലിനു എന്ന് പറഞ്ഞൊരു അഫയർ ആണ്, അല്ലെങ്കിൽ കല്യാണം വരെ എത്തി. പക്ഷെ അവൻ ഒത്തിരി പിന്നീട് മാറിയെന്നറിഞ്ഞപ്പോ ഒത്തിരി
വിഷമം അല്ല സോറി സന്തോഷം ഉണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നല്ലൊരു ലൈഫ് മുമ്പിലോട്ട് കൊണ്ടുപോകാൻ പറ്റിയ ഒരാളാണ് നമ്മുടെ സിജോ, അല്ലെങ്കിൽ ഞങ്ങളുടെ സിജോ. അതെ 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 നാട്ടിക്കുന്നു. ഓക്കെ, അടുത്ത ആരെ വിളിക്കാം? വിളിച്ചോ. നിഖിലിനെ വിളിച്ചു വിളിച്ചങ്ങ് പോയി കഴിഞ്ഞാൽ വാ നിഖിൽ എന്ത് ചെയ്യും? നിഖിൽ വരുന്നു. ആ വാ. മിക്സ് ചെയ്ത് വിളിച്ചു അടുത്തൊരു ബിബിയിൽ ആരെങ്കിലും നമുക്ക് മിക്സ് ചെയ്ത് വിളിക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് വേറെ ബിബിയിൽ ആരെങ്കിലും വിളിക്കാം. ബീബിനെ ഞാൻ വിളിച്ചോളാം, ഞാൻ ഓരോരുത്തരെ വിളിച്ചോളാം. ആ, ആദ്യമേ DSP വിളിക്കും, പക്ഷെ ആരോടും പറയല്ലേ. പറയണ്ട. പ്രായത്തിന്റെ അതല്ലേ പറ്റത്തുള്ളൂ. ഞാൻ ചിരിക്കണ്ട, പ്രായം എല്ലാവർക്കും ബാധകമാണ്. അതെ അത് പഠിപ്പിച്ചെന്ന് തന്നെ പറയണം. നല്ലത് പറയണമെന്ന് പറഞ്ഞിരിക്കും നല്ല മാത്രം. സിജോയെ ഞാൻ പരിചയപ്പെടുന്നത് ഒരു ട്യൂഷൻ ക്ലാസ് നടത്തുന്ന സമയത്താണ്. ഞങ്ങൾ നെടുമുടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാനും അഖിലും സിജോ എല്ലാം ഉണ്ട്. ആ സമയത്താണ് വന്നത്. അത് കഴിഞ്ഞ് സിജോ ഭയങ്കരമായി ഒരു പ്രണയ കാര്യമൊക്കെ പറഞ്ഞിരുന്നു. അങ്ങനെ അത് സിജോയെ പറ്റി സിജോ കേരളത്തിലുള്ള പറയാനുള്ളത് നല്ലത് മാത്രമല്ല കേട്ടോ, നീ എല്ലാം പറയും. എനിക്കറിയില്ല. ഞാൻ ആദ്യം കാണുന്ന സമയത്ത് ആദ്യത്തെയായിരുന്നു. മൊത്തത്തിൽ 6 കൂടുതൽ ആവാൻ പാടില്ല. എന്തൊക്കെയാണെങ്കിൽ എല്ലാരും കൂടെ കണക്ക് പറഞ്ഞു. പിന്നെ ഭയങ്കരമായി കുറെ നാൾ സിജോ ഞങ്ങൾ എല്ലാവരുടെയും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. ഈ ഒരു പ്രശ്നത്തിന് പോയി പ്രത്യേകിച്ച് എനിക്ക് എല്ലാ അപ്പൊ നമുക്ക് അടുത്ത ബിഗ് ബോസിന് ആളുകളെ വിളിക്കാം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ BSK അദ്ദേഹത്തെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. രണ്ട് വാക്ക് സിജോയും ലിനുവിനെയും കുറിച്ച്. എൻ്റെ പ്രിയ സുഹൃത്തും അനുജന തുല്യനുമായ സിജോയുടെ ഈ ഒരു നല്ല മുഹൂർത്തത്തിൽ നല്ലവരോട് ഈ ഒരു സായനത്തിൽ കൂടാൻ കഴിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം എനിക്ക് തോന്നുന്നതാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ സിജോ അത്രമേൽ, ഈ സുഹൃത്തുക്കളൊക്കെയും പറഞ്ഞതുപോലെ അത്രമേൽ നല്ല ഒരു ഹൃദയമാണെന്ന് എന്നോ ഞാൻ തിരിച്ചറിഞ്ഞിരുന്നു. പിന്നെ ചാൾസ് മഹാരാജാവിൽ പോലും, ചാൾസ് രാജകുമാരൻ പോലും കാണാത്ത കട്സാണ് വൈഫാവാൻ പോകുന്നത്. ഒരു വ്യക്തിയുടെ മുന്നിൽ പ്രണയങ്ങൾ തുറന്നു പറഞ്ഞത് അതിന് നല്ലൊരു കൈയ്യടി കൊടുത്തേ പറ്റും. യെസ്, അപ്പോൾ എല്ലാവിധ ആശംസകളും ഞാൻ നേരുന്നു. വந்த துணையே வந்த அணையே அந்தமுள்ள சந்திரனை சொந்தம் கொண்ட சுந்தரி சாமி கிட்ட சொல்லி வச்சு சேர்ந்தது இந்த வந்த கிளியே இந்த பூமியுள்ள காலம் மட்டும் சேர்ந்திருந்த சாமி கிட்ட சொல்லி வச்ச சேர்ந்தது இந்த செல்ல கிளியே இந்த பூமியுள்ள காலம் மட்டும் வாடும் இந்த அன்பு கதையே. All the very best and thank you. അടുത്തത് നമ്മൾ ഈ റോ ഒന്നും വേണ്ട, വളരെ സെലക്ട് ചെയ്ത് അങ്ങ് വിളിക്കാം. കണ്ണിൽ കാണുന്ന ആളുകളൊക്കെ വിളിക്കാം. സോ ജാസ്മിനെ വിളിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജാസ്മിൻ പ്ലീസ് രണ്ട് പെട്ടെന്ന് വിളിക്കും. വാ, നല്ല കൈ വന്നേ വാ പെട്ടെന്നോ. എനിക്കൊരു കൈ തന്നില്ലെങ്കിൽ കേറാൻ പറ്റില്ല. താങ്ക് യു. ഓക്കെ അല്ലേ? സ്ക്രിപ്റ്റ് അത് തന്നെ. അങ്ങനെ പ്രത്യേകിച്ച് പറഞ്ഞതിനുള്ള സമയം കിട്ടിയില്ല. അതെ അതെ, ശരി. സിറ്റുവേഷൻ അറിയാലോ ജാസ്മിനെ, മനസ്സിലാക്കി ചെയ്യണോ? തിരിച്ചങ്ങോട്ട് ഞാൻ സിജോ അവിടെ നമ്മൾ ബിഗ് ബോസിൽ വെച്ചിട്ടാണ് ഞാൻ സിജോയെ ഫസ്റ്റ് കാണുന്നത്. അപ്പം സിജോ ലിനുവിനെ പറ്റിയിട്ടൊന്നും പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. വോട്ട് പോരും കേൾക്കുന്നില്ലേ? അപ്പം ഞങ്ങളോട് ആരോടും ഇങ്ങനൊരു കഥാപാത്രത്തെ പറ്റി പറഞ്ഞിട്ടേ ഉണ്ടായിരുന്നില്ല. പുറത്തിറങ്ങിയതിന് ശേഷം ഇവരുടെയൊക്കെ ഒരു റീ എൻട്രി വന്നല്ലോ. അപ്പൊ ശരണ്യേച്ചി എങ്ങാണ്ടാണ് പറഞ്ഞത് അമ്മീന്റെ പെണ്ണ് പൊളിയാ. അപ്പൊ ഞാൻ നിനക്കും പെണ്ണോ അങ്ങനെ
അങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഈ കുട്ടിയുടെ കാര്യമൊക്കെ അറിയുന്നത്. പുറത്തിറങ്ങിയതിന് ശേഷം ലിനുവിനെ കണ്ടു. സിജോടെയും ലിനുവും തമ്മിൽ ഒരു അടിപൊളി കോമ്പോ ആണ്. സിജോ ഇച്ചിരി ബിരിവിരിപ്പാണെങ്കിൽ ലിനു ഇച്ചിരി അടങ്ങിയ ടൈപ്പാണ്. അതുകൊണ്ട് ഭയങ്കര സെറ്റായിട്ടും രണ്ടുപേരുടെ ബിരിവിരുത്താനുള്ള പ്രശ്നം. ഒരാൾ കുറച്ച് സോഫ്റ്റും ഒരാൾ കുറച്ച് ഹരിയും ആണെങ്കിൽ അടിപൊളിയാണ്. സോ ഇവരുടെ കോമ്പോയൊക്കെ അടിപൊളിയാണ്. കുറേ വർഷം അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് സൂപ്പറായിട്ട് ജീവിക്കട്ടെ. ഇവന്റെ കയ്യിലിരിപ്പിന് ഇവിടെ തെല്ലിക്കൊല്ലാതിരിക്കട്ടെ. എന്തോ സായി വിളിക്കാം. സായി വിളിക്കാം. കാരണം എല്ലാവരും ഭയങ്കര മാന്യമായിട്ട് സംസാരിക്കും. നമുക്ക് ഇച്ചിരും കൂടെ മാന്യതയില്ലാത്ത വളരെ ഗ്രൗണ്ട് ലെവൽ സത്യാവസ്ഥ പറയുന്ന ആളെ നമുക്ക് വേണം. സത്യം തുറന്നു പറയുന്ന ആളെ വേണം. നിങ്ങളെല്ലാം നോക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ സായി കേട്ടോ. സായി പ്ലീസ് കമോൺ. മാന്യത ഇല്ലാത്ത ആളെന്നല്ല, സത്യം സത്യം തുറന്നു പറഞ്ഞാണ്. അതാരും പറഞ്ഞത് നന്ദനോളാണോ? നന്ദനയാണ്. ഇപ്പൊ സായി വരുന്നവരെ അല്ലെ അൽത്താഫ് സായി വരുന്നവരെ ഇച്ചിരി എനർജി ലെവൽ വേണം. കാരണം ഭയങ്കര സീരിയസ് ആണ് പ്രോഗ്രാം. അവരെ ഒരുമിച്ച് വരട്ടെ. അപ്പൊ അതുവരെ എല്ലാവരും ഒന്ന് ഇരിക്കണേ കേട്ടോ. നന്ദനയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന നന്ദന. അൽത്താഫോ ഇല്ല ചന്ദ്ര വാടി അല്ല വാടാ പാട്ട് പാടി വിളിക്കണേ. ആ ബാക്കിൽ നിൽക്കുന്നവരൊക്കെ ഒന്ന് ഇരിക്കണേ. നമുക്ക് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പരിപാടി എല്ലാവരും ഒന്ന് ഇരിക്കണേ. മൈതരാ കൊടുത്തോ. ശരി ശരി. കുറച്ചായിരുന്നില്ല, വളരെ സന്തോഷമായിരുന്ന ഒരു നിമിഷമാണ് കല്യാണം എന്ന് പറയുമ്പോ നമുക്ക്. അപ്പൊ വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു നിമിഷത്തിൽ പങ്കെടുക്കാൻ പറ്റിയതും. ഇപ്പൊ ബിഗ് ബോസിലൂടെ എനിക്കൊരു ബ്രദറിനെ കിട്ടിയെന്ന് പറയുമ്പോൾ 2 ബ്രദറാണ് കിട്ടിയത്. ഒന്ന് സായി ചേട്ടൻ, ഒന്ന് സിജോ ചേട്ടൻ. ഇപ്പൊ 2 ചേച്ചിമാരെ കിട്ടിയിരിക്കുന്നു. ചേച്ചിമാര് കുറെ ഉണ്ട് കേട്ടോ. അപ്പൊ നിങ്ങൾ പറയും ഇനിയിപ്പോ ആംഗ്ലമാരാണോ കേരളത്തില് അതുപോലെ ഏട്ടന്മാരാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഇവര് സിൻസിയർ ആയിട്ട് നമ്മൾ സ്നേഹിക്കുമ്പോൾ നമ്മളത് തിരിച്ചും സ്നേഹിക്കും. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ എന്തായാലും ഹാപ്പി മാരീഡ് ലൈഫ് ഇൻ അഡ്വാൻസ്. അടിച്ചു പൊളിക്കുക. എന്ത് വിഷമമുണ്ടെങ്കിലും രണ്ടാളും പറഞ്ഞു തീർക്കുക. അവിടേക്ക് വിളിക്കുന്നു. അപ്പുറത്ത് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. എല്ലാവരും ഫ്രണ്ട്സും എങ്ങനെയുണ്ട്? ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ഇടയിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ പറഞ്ഞ് സോൾവ് ആക്കാൻ നോക്കാം. ഉപദേശിച്ചു. എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഉണ്ടായ രണ്ടുപേരും നിൽക്കുവാണ്. എന്തായാലും പാട്ട് പാടണോ? അതാ ഞാൻ പറഞ്ഞു. നമ്മളാരെയും ഇവരെ ഇടയിൽ കയറി വരരുത്. ഇവരെന്നെ പ്രശ്നം ഇല്ലേ ചെയ്യാനല്ലോ വേണ്ടേ. സിജോ ചേട്ടനും ലിൻ ചേച്ചിയുടെ പ്രത്യേകം ശ്രദ്ധിക്കും. ഞാൻ അങ്ങനെ ചെയ്യണം. ലൈഫൊക്കെ അടിച്ച് പൊളിച്ച് ജീവിക്കുക. ട്രിപ്പൊക്കെ കൊണ്ടുപോ. ലിൻ ചേച്ചിനെ കൊണ്ടുപോയില്ലെങ്കിൽ കാല് വരെ ഞാൻ നടിക്കുന്നതായിരിക്കും. നന്ദി, നമസ്കാരം. ചെറിയ പാട്ട് മതി, പിന്നീട് വലിയ പാട്ട് പാടാം. പാട്ടറിയില്ല. ഒരു വരി മതി. എനിക്ക് പാടാറിയാലും കുത്തിത്തരൂ. മറ്റേ പാട്ട് പാടാൻ എനിക്കൊന്നും അറിയില്ല. ചേച്ചി ഒന്ന് കുത്തിത്തരൂ. എന്ത് കുത്തിത്തരാൻ? രണ്ടുപേര് പാടുന്ന എനിക്ക് കുത്താം. അതെ, 6 ഇഞ്ചിൽ പിടിച്ചോളൂ. ഏത് പാട്ടാണോ ചേച്ചി? ഞാൻ നേരത്തെ പാടി. ആരും കേട്ടില്ല. അതല്ല അതല്ലേ. ചേച്ചി എനിക്കത് തന്നാ മതി, ഞാൻ പഠിക്കണം. രണ്ടുപേരും മതി അല്ലേ? 2 വരി പാടാം ഗൈസ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ അതും ലിനു ചേച്ചിക്കും സിജോ ചേട്ടനും വേണ്ടി പ്രത്യേകം ഞാൻ പാടുന്നതായിരിക്കും. പക്ഷെ പാട്ട് പാടാൻ എനിക്ക് അറിയില്ല, എന്നാലും ഞാൻ പാടും. കരോക്കെ ഒന്നും വേണ്ട ചേച്ചി, ഞാൻ പാടിക്കോളാം. അമ്പിളി അമ്പിളിക്കലയ്ക്കുള്ളില് ചോരക്കണ്ണുയിൽ ഇങ്ങത്തില് നീർപ്പഴുപ്പിന്തിരലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെറ്റിലച്ചെല്ലവുമായി മതി ചേട്ടാ. പരിപ്പല്ല പഴം. ഓക്കെ ഗൈസ്, അപ്പൊ അനുഗ്രഹിച്ചിരിക്കുന്നു രണ്ടാളി. അല്ല, ഇനിയും ആളുകളുണ്ട് നമ്മുടെ ബിഗ് ബോസ്. അപ്പൊ സരിൻ ബ്രോ എവിടെ? സരിൻ ബ്രോ കാണുന്നില്ല. സരിൻ ബ്രോ എവിടെ? സിജോ സരിനെ സരിനാകുമ്പോഴത്തേക്ക് എല്ലാ ജീവിത രഹസ്യങ്ങളും അറിയാം. എല്ലാം അറിയോ? സരിനെല്ലാം അറിയാം. എല്ലാം അറിയാം.
പറയല്ലേ 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 സിജോനെ കാണുന്നത് മേക്ക് ഓഫ് സിജോയെ ആദ്യമായിട്ട് കാണുന്നത് കോളേജിൽ എത്തുമ്പോഴാണ്. അപ്പം അന്ന് ആദ്യം ഒരാഴ്ച കഴിഞ്ഞ് പോയപ്പോഴേ അറിയായിരുന്നു ആരും രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇവൻ രക്ഷപ്പെടില്ല. കാരണം കറക്റ്റ് കള്ളനായിരുന്നു. പച്ചവെള്ളം കാരമായെന്ന് പറഞ്ഞ് വിൽക്കാൻ പറഞ്ഞാൽ വിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ രക്ഷപ്പെടുന്നുള്ള കാര്യത്തിൽ നേരത്തെ ഉറപ്പായിരുന്നു. ഭയങ്കര കള്ളനാണ്. അധികം സൂക്ഷിക്കുക. ഇതിന്റെ കൂട്ടത്തിൽ കാണത്തില്ലേ മാന്യത ഒരു മുഖമുള്ള മാന്യനായ കൺവിൻസ് ചെയ്യാൻ ഇവനെ കൺവിൻസ് ചെയ്ത് വിജയിച്ചിട്ടുള്ള കൺവിൻസ് സ്റ്റാറാണ് ഒരു കള്ളം അതിപ്പോ ഇവിടെ കൊണ്ട് ചെയ്യിപ്പിച്ച് നമുക്ക് വേണ്ടി കാണിക്കാം. എല്ലാത്തിനും കോർഡിനേഷൻ ഇവൻ തന്നെയായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും ഒരു ഓണം വന്നു കഴിഞ്ഞാൽ അതിന്റെ പൂക്കളം ആദ്യമൊക്കെ നമ്മൾ എഴുതിയത് സത്യസന്ധനായതുകൊണ്ട് ഏറ്റെടുത്ത് ചെയ്യാൻ ലീഡർഷിപ്പ് കൊണ്ട് ചെയ്യുന്നതാണെന്നാണ്. പക്ഷെ പയ്യെ വരാൻ തുടങ്ങി പുതിയ ടീഷർട്ടുകൾ പുതിയ ഷൂകൾ അങ്ങനെ മനസ്സിലായി ഇതുകൊണ്ടാണ് ആള് മുമ്പോട്ട് പോകുന്നത്. കോളേജ് പിന്നെ കോളേജ് ടൂറിന്റെയൊക്കെ എല്ലാം ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയത് അവൻ തന്നെയാണ്. അതെ കോളേജിന് ഇത്രയും ലാഭം ഉണ്ടായിട്ടില്ല. 3 വർഷം കൊണ്ട് കോളേജിനേക്കാളും ലാഭം ഉണ്ടാക്കിയത് സിജോയായിരുന്നു. അതുകൊണ്ട് ഭയങ്കര കള്ളനാണ്. മൊത്തമൊക്കെ തന്നെ കള്ളം പറയും. സംശയം തോന്നുന്നു അതിന് രക്ഷപ്പെടാനുള്ള എന്നെ പഠിപ്പിച്ചൊക്കെ ഇവനാണ്. രണ്ടുപേർക്കും പണ്ടേ ഞാൻ ഒരു സംഭവം പറയാം, സാറിനെ പറ്റി കാര്യം പറയാം. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് എവിടെ നിൽക്കണേ, അതായത് ഞങ്ങൾ മാത്സ് ഡിപ്പാർട്ട്മെന്റാണ്. അപ്പോൾ എന്നെ ഏറ്റവും കൂടുതൽ കോളേജിൽ കള്ളത്തരങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്ന ഇവനാണ്. കാരണം ഞങ്ങൾ ക്ലാസ്സിൽ അധികം ഇരിക്കാറില്ല, എപ്പോഴും ക്ലാസ് കട്ടിങ് ആയിരിക്കും. അപ്പോൾ ക്ലാസ് കട്ടി ഞങ്ങൾക്ക് റൗണ്ട്സ് ഉണ്ട്. ഞാൻ അവിടെ ഇരിക്കുന്ന എല്ലാവരും ഉണ്ട്. ഞങ്ങളിങ്ങനെ റൗണ്ട്സ് ചെയ്യുന്ന സമയത്തേ ഇപ്പൊ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റ് ഫ്രണ്ട് ചെയ്തപ്പോൾ ഇവൻ പറയും, എടാ സിജോ ആ ലക്ഷ്മിനെ നോക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് ലക്ഷ്മിനെ അറിയില്ല. ഇവൻ എന്റെ മനസ്സിൽ ആ ഒരു ദിവസം രാവിലെ തൊട്ട് വൈകിട്ട് വരെ എന്നെ പ്രോത്സാഹിപ്പിച്ച് ഇവൻ എങ്ങനെയെങ്കിലും എന്റെ മനസ്സിലൊരു ഒരു ചെറുതായിട്ട് എന്തെങ്കിലും ലക്ഷ്മി എന്ന് പറഞ്ഞ പെണ്ണിനെ പറ്റി ഒരു സാധനം ഉണ്ടാക്കി ഇടും. അങ്ങനെ ഇവൻ എന്നെ കൊണ്ട് ഒരു ദിവസം പാർവതി എന്ന് പറഞ്ഞൊരു പെൺകൊച്ച് അല്ലേ ബികോമിലെ പാർവതി, എനിക്ക് ഒരു ദിവസം ഇങ്ങനെ എനിക്കെല്ലാം ഓർമ്മയുണ്ട്. ഇത് അഫയർ അല്ല. അതായത് ബികോമിൽ പഠിക്കുന്ന പാവന്ന് പെങ്കൊച്ച്, ആ പെങ്കൊച്ച് എന്നെ കണ്ടിട്ട് നോക്കാറ് പോലും ഇല്ല. ഇവൻ എനിക്ക് വന്നിട്ട് പറഞ്ഞ് ആ പെങ്കൊച്ചിന് നിന്നെ എന്തോ ഇഷ്ടമുണ്ട്, ഉറപ്പാണ് നിന്നോട് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞു. ഇവൻ എന്നെ 2-3 ദിവസം ഭയങ്കരമായിട്ട് പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഞാൻ ആലോചിച്ചു ഇവൻ പറയുന്നത് ശരിയായിരിക്കും, കാരണം കട്ട കൂടെ നിൽക്കുന്ന ആളല്ലേ. അങ്ങനെ ഞാൻ പോയി ആ പെണ്ണിന്റെ അടുത്ത് ഇഷ്ടമാണെന്ന് പറഞ്ഞു. ഇവൻ പറയിപ്പിച്ചു. ആ പെണ്ണ് എന്നെ പറയാനൊന്നും ബാക്കിയില്ല. ലാസ്റ്റ് എനിക്ക് നാണം കെട്ട് ഞാൻ കോളേജിൽ നിന്ന് ശരിക്കും കളിയാക്കി എന്നെ വിട്ട പെങ്കൊച്ചു. കാരണം അവൾ ഭയങ്കര ഗട്സുള്ള പെങ്കൊച്ചായിരുന്നു. അങ്ങനെ എനിക്ക് തോന്നുന്നു കോളേജിൽ ഇവൻ എന്നെ പ്രോത്സാഹിപ്പിച്ച് ഞാൻ മിനിമം ഒരു 4-5 പെൺകുട്ടികളുടെ അടുത്തെങ്കിലും ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. എന്റെ പ്രോത്സാഹനം കൊണ്ട് മാത്രമാണ്, അതിന് താല്പര്യമില്ലായിരുന്നു. അതെ ഇപ്പൊ ഫണ്ണാട്ടോ. ഇവനോ പറയാൻ ഒരുപാടുണ്ട്, ഒന്നും ഓർമ്മയില്ല. എല്ലാം അവിടെ കൊടുത്തു. എന്തായാലും അത്യാവശ്യം പറ്റുന്ന രീതിയിൽ നമുക്ക് അതിമനോഹരമായിട്ടിരിക്കുന്ന ദിയാസന പേര് വാങ്ങിക്കൊണ്ട് സ്റ്റേജിലേക്ക് പാട്ടൊക്കെ പാടണമെന്ന് പറഞ്ഞേക്കുക. അടുത്തതാ അഭിജിത്ത്. എന്തായാലും ഇങ്ങനെ ഒരു പരിപാടി സിജോ വിളിക്കുന്ന സമയത്ത് ഞാൻ ഇന്ന് വരാനുണ്ടായ റീസൺ എനിക്ക് സിജോയുടെ 4ാമത്തെ കല്യാണത്തിന് വരാൻ പറ്റില്ല. ഐ എം റിയലി സോറി. അത് എൻ്റെ മോൻ്റെ സ്റ്റേറ്റ് കലോത്സവം നടക്കുന്നത് കണ്ടിട്ട് മാത്രമാണ്. സോ എന്തായാലും താങ്ക് യു സോ മച്ച് എന്നെ ഇൻവൈറ്റ് ചെയ്തതിൽ. പിന്നെ എന്നെ ഭയങ്കരമായിട്ട് ചേച്ചിന്ന് അത്രയും സ്നേഹത്തിൽ വിളിക്കുന്ന ഒരു കൊച്ചാണ് എനിക്ക് സിജോ. സിജോയെ ഞാൻ ബിഗ് ബോസ് വഴി തന്നെയാണ് പരിചയപ്പെടുന്നത്. അതിന് മുമ്പൊക്കെ സിജോ യൂട്യൂബിൽ ഇങ്ങനെ സിജോയുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഓരോ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പം സിജോ അതിനുള്ളിൽ കയറുന്ന സമയത്ത് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷയൊക്കെ ഞാനും വെച്ചിരുന്നു. പറഞ്ഞ പോലെ 1-2 പേര് അറിയായിരുന്നു, ജാസ്മിനെ ആയാലും അതിനകത്ത് തന്നെയുള്ള ശരണ്യ ആയാലും ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പം അവരെയൊക്കെ അറിയാമെങ്കിൽ പോലും ഈ സിജോയുടെ ഒരു പ്രതികരണം നമ്മൾ ഓൾറെഡി ഇതുപോലെ വ്ളോഗ്
എന്നുള്ള രീതിയിൽ കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ കുറച്ചധികം നമ്മളൊക്കെ ഒരു എക്സ്പെക്ടേഷൻ വെച്ച് നിന്നിരുന്നതായിരുന്നു. എനിക്ക് തോന്നുന്നു അവൻ്റെ ഒരു ജേർണിയുടെ തുടക്കം മുതൽ ഒരേ രീതിയിൽ അത് പോയിരുന്നെങ്കിൽ പക്ഷേ അതൊരു സക്സസ്ഫുൾ ജേർണി ആയിട്ട്, ഭയങ്കര സക്സസ്ഫുൾ ജേർണി ആയിട്ട്, ഇപ്പൊ സക്സസ് അല്ലെന്നല്ല പറഞ്ഞത്, അത് മുന്നോട്ട് പോയിരുന്നു. അതിനകത്ത് ഉണ്ടായ വിഷയങ്ങളിൽ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരാളാണ് ഞാൻ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അതിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോ സിജോയുടെ ലൈഫിന്റെ ഒരു ഗോ ത്രൂ എന്ന് പറയുന്നത് ലിനുവുമായിട്ടുള്ള ഒരു ലൈഫാണ്. നമ്മൾ ഈ പറഞ്ഞ പോലെ ബിഗ് ബോസ് ഒക്കെ കഴിഞ്ഞപ്പോഴേ സിജോനെ ഫോളോ അപ്പ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ കാണുന്ന ഒരു സാധനം ഈ ലിനുവുമായിട്ടുള്ള ജേർണികളാണ്. അപ്പൊ അത് ഭയങ്കര സന്തോഷമുണ്ട്. ലിനു ഇത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാണെന്ന് മനസ്സിലാക്കിയതിൽ. ഞാൻ എൻഗേജ്മെന്റിന് വന്ന സമയത്തും ലിനുവിൻ്റെ അടുത്ത് ഇപ്പം സിജോയുടെ പാരൻസ് ആയാലും ലിനുവിൻ്റെ പാരൻസ് സിജോയുടെ അടുത്തായാലും ഒക്കെ നിൽക്കുന്നത് ഇവരുടെ ഇടയിലുള്ള ഒരു ബോണ്ടിങ് ശരിക്കും ലൈക്ക് ഫാമിലി എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ മുന്നോട്ട് പോകുന്നത്. അവരുടെ വിവാഹം എന്ന് പറയുന്നത് ഒരു ഡേറ്റ് ആയിട്ട് മാത്രം 4-ാം തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ജീവിതം ഒരുമിച്ച് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അതിനകത്ത് എല്ലാവിധ സക്സസ്സും ഉണ്ടാവട്ടെ. ഈ വന്നിരിക്കുന്ന കുറേ ആളുകൾ എല്ലാവരെയും ഇങ്ങനെ കണ്ടതിലും ഭയങ്കര അധികം സന്തോഷം, ഭയങ്കര സന്തോഷം. ഇപ്പം സിജോയുടെ കൂട്ടുകാരെ പറ്റിയിട്ട് ഞാനൊരു വാക്ക് പറയാവേ. ആദ്യം വന്ന ആളുടെ റിവേഴ്സിൽ ഞാൻ പേരിട്ടിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വന്ന് സംസാരിച്ചവർ എന്തായാലും കൂട്ടുകാരും ഭയങ്കര രസമാണ്, പൊളിയായിട്ടുള്ള ആൾക്കാരാണ് കൂട്ടുകാർ. അവർക്ക് നല്ലൊരു കൈയ്യടി കൊടുക്കാൻ പറ്റും, കാരണം ഭയങ്കര സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ആൾക്കാരാണ്. നമ്മൾ കണ്ടില്ലെന്ന് നടിക്കരുത്, കാരണം അവരാണ് ഇതിന്റെ ഇടയിൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നത്. സോ ഭയങ്കരമായി ഗെയിം കളിച്ച കുറെ ആളുകളുണ്ട്, പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളുണ്ട്. അത് അൽത്താഫ് നീ വിളിച്ചാണോ? അഭിഷേക് ബ്രോ വാ പ്ലീസ്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, ഗെയിം എന്താ പറഞ്ഞിട്ടില്ല. അഭി ഗെയിം കഴിഞ്ഞിട്ട് അഭിക്ക് 2 വാക്ക് സംസാരിക്കാം. നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. അഭിക്ക് ഒന്ന് കയറി നിൽക്കാമോ പ്ലീസ്? ആൻഡ് അഭി വിളിക്കാം. അപ്പൊ ഈ അഭിയെ വെല്ലാനായിട്ട് നമുക്ക് ആളില്ല എന്നറിയാം, പക്ഷെ നമ്മൾ ബിഗ് ബോസ് എന്നല്ലാതെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാളെ വിളിക്കാം. സിജോയുടെ രഹസ്യ സൂക്ഷിപ്പുകാരനായ മിസ്റ്റർ കണ്ണൻ. കണ്ണനെ ആർക്കും അറിയത്തില്ല, അതുകൊണ്ട് ഐഡിയ ഇല്ലാത്ത കുഴപ്പമില്ല. കണ്ണ ഇത് കഴിഞ്ഞ് തന്നെ അറിഞ്ഞോളൂ, ഇതാണ് കഴിഞ്ഞു. അപ്പോ അല്പം എനിക്കൊരു ചെറിയൊരു കുപ്പി വേണം. ഓക്കെ, ഈ കുപ്പി എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വെച്ചു. സിമ്പിൾ ഗെയിമാണ്. ഞാൻ തല എന്ന് പറയുമ്പോൾ തലയിൽ പിടിക്കുക, മുട്ടെന്ന് പറയുമ്പോൾ മുട്ടി പിടിക്കുക, വയറെന്ന് പറയുമ്പോൾ വയറ്റി പിടിക്കുക, കുപ്പി എന്ന് പറയുമ്പോൾ സിമ്പിൾ ഗെയിം അല്ലേ? ഓക്കെ, എടുക്കണം. അപ്പം ഇത് ഈ ഗെയിമിനെ കുറിച്ച് വലിയ റൂൾസ് അറിയത്തില്ല ഞാൻ കാണുന്നില്ല, പക്ഷെ അഭിക്കറിയാം. ജസ്റ്റ് ഒരു ട്രയൽ വേണമെങ്കിൽ അൽത്താഫ് ഒന്ന് കാണിച്ചു തരും. ട്രയൽ വേണം? ഓക്കെ, അപ്പൊ പിന്നെ നമുക്ക് തുടങ്ങാം. സോ ജസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് നിൽക്കാം, കാരണം ഈ ഒരു പൊസിഷൻ നിൽക്കാം, തലയിടിക്കരുത്. ഓക്കെ, 1 2 3 തല. പിന്നെ രണ്ടാമത്തെ കാര്യം, തലേന്ന് പറയുമ്പോൾ കുപ്പി പിടിച്ച് ഔട്ടാണ്. 1 2 3 തല, മുട്ട്, വയറ്, തല, കുപ്പി. ഇത് പ്രാഗൽഭ്യമുള്ള ആളാണ്, കുഴപ്പമില്ല. ഇപ്പൊ കണ്ണിന് കളി മനസ്സിലായല്ലോ. 1 2 3 കുപ്പി. അഭി വിചാരിച്ചില്ല, അഭി നിന്നില്ലായിരുന്നു. ഇത് ജസ്റ്റ് ഓഫ് 3 അല്ല, ഇതാണ് ഔട്ട്സ്റ്റാൻഡിംഗ് പ്ലെയർ. 1 2 3 തല, വയറ്, മുട്ട്, തല, വീണ്ടും തല, മുട്ട്, വയറ്, തല, മുട്ട്, തല, മുട്ട്, തല, 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 മുട്ട്, തല, മുട്ട്, വയറ്. കളി കഴിഞ്ഞില്ല. വയറെന്നാ പറഞ്ഞു. നമ്മുടെ തൽക്കാലത്തേക്ക് 1 2 3 വയറ്, കുപ്പി. അപ്പോ നമ്മുടെ നാടൻ സുഹൃത്ത്, അല്ല നാടൻ സുഹൃത്തെ ഇവിടുത്തെ താമസിക്കാറില്ല. കണ്ണ അടിപൊളിയാണ്, സൂപ്പർ. സോ 2 വാക്ക് സംസാരിക്കാനായിട്ട് നമ്മുടെ അഭിയസിന്. നമ്മൾ സിജോ എന്ന് പറയുമ്പോ എല്ലാവർക്കും അറിയാം, കാട്ടുതീ സിജോ. ഞാൻ വിടത്തില്ല, പിന്നെ മരണം വരുന്നത്. കാട്ടുതീ സിജോ ആദ്യം ഞാൻ പുറത്ത് വെച്ച് എനിക്ക് ചെറുതായിട്ടൊക്കെ അറിയാം. നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടില്ലെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് നമ്മുടെ അകത്ത് വെച്ചാണ്. അപ്പൊ നല്ല ഫ്രണ്ട്ഷിപ്പാണ്. ഇപ്പൊ ഗെയിമിന്റെ ഭാഗമായിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പല കാര്യത്തിൽ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. അതൊന്നും വലിയ കാര്യം ഗെയിമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളൂ. നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല സുഹൃത്തുക്കൾ തന്നെയാണ്. അപ്പം കാട്ടുതീ ഇനിയും
ജീവിതത്തിൽ ഒരു കാട്ടുതീയായിട്ട് എനിക്ക് പോകണം കല്യാണം കഴിയുമ്പോൾ. അമ്പോറ്റി. ആ മെഴുകുതിരി ഞാൻ കാട്ടിപ്പിടിച്ച് കത്തിക്കാം. പിന്നെ അവന് ഒരു നല്ല ലൈഫ് കിട്ടുന്നതിൽ ഒരുപാട് സന്തോഷം. അപ്പോൾ എല്ലാരും ഇങ്ങനെ കല്യാണം കഴിച്ച് പോവാണ്. എനിക്ക് കല്യാണം ഇല്ല. അമ്പോറ്റി അല്ല, അമ്പോറ്റി ഒരു പ്രേമത്തിലാണെന്ന് ഇങ്ങനെ ഒരു ഗോസിപ്പ് കേട്ടു. ഇല്ല ഇല്ല ഇല്ല, അല്ല അമ്പോറ്റി പറയുന്നത് ഞാൻ ഉണ്ടെങ്കിൽ എല്ലാരും അറിയിക്കുന്നതായിരിക്കും. അതെ 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 അതെ. ഇല്ല, തുളസിക്കതിര് ഞാൻ സിംഗിൾ തന്നെയാണ് കേട്ടോ. എപ്പോഴും എല്ലായിടത്തും പറഞ്ഞ മടുത്തു. ഇവരാളെ ഞാൻ ഇതുവരെ കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കട്ടെ എന്ന് പറയുന്നു. അപ്പം എന്നാലും അങ്ങനെ ഒരാളെ കണ്ടുപിടിച്ച് അവൻ കല്യാണം കഴിക്കുന്നു. അപ്പൊ എന്തായാലും അതിൽ ഒരുപാട് സന്തോഷം. ഹാപ്പി മാരീഡ് ലൈഫ്. ലൈഫിൽ മൊത്തം ഒരു ഇങ്ങനെ ഒരു കാട്ടുതീയായിട്ട് പോട്ടെ വിഷ് ചെയ്യുന്നു. അപ്പൊ താങ്ക് യു. ഓക്കെ, പറഞ്ഞു പെണ്ണ് കെട്ടി എക്സ്പീരിയൻസ് ഉള്ളവരെ വിളിച്ചാലോ? എന്തിനെ കുറിച്ച് പറയാനാ? അല്ല, രണ്ടുപേരും കെട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. 10 പിള്ളേരോ? സായി സ്നേഹ ദമ്പതികൾ വാ, കടന്നു വരും പ്ലീസ്. സ്നേഹ പ്ലീസ്. സായി സ്നേഹ ഒരുമിച്ച് വരണം, 2 മൈക്കും തരാം. കുഴപ്പമില്ല, ഒരുമിച്ച് 2 പേരും മൈക്ക് വരും. സ്നേഹ ഇതൊക്കെ സ്നേഹ ഇവിടെ ഒരു mic അവിടെ ഉണ്ട്. പറയണം. സിജോനെ കുറിച്ച് പറയാം. അതെ അതെ അതെ, ഞാൻ സിമ്പിൾ ആയിട്ട് പറയാം. സിജോ പറഞ്ഞാൽ ഇത്രയും മാന്യനായ ഒരു വ്യക്തിയെ ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. ആ മാന്യതയെ ഞാൻ തായ്ലൻഡിൽ പോയി പറഞ്ഞു. നല്ല മാന്യല്ലായിരുന്നു. ഞങ്ങൾ മസാജിങ് സെന്ററിൽ പോലും കയറിയില്ല. അതെ, മെഴുകുതിരി കത്തിച്ചു വിട്ടിരിക്കുകയാണ്. സിജോനെ കുറിച്ച് പറയാനൊന്നുമില്ല. സിജോനെ എനിക്ക് ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് സോഷ്യൽ മീഡിയയിൽ വഴി കണ്ട പരിചയവും പിന്നെ ഞങ്ങൾ സംസാരിച്ച പരിചയം മാത്രമായിരുന്നു. ബിഗ് ബോസിൽ കയറിയ ടൈമിൽ എനിക്കെന്തോ കയറി അവൻ്റെ ആ ഒരു ഇൻസിഡന്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ലിറ്ററലി അവൻ്റെ ഒരു തിരിച്ചുവരവിന് വെയിറ്റിംഗ് ആയിരുന്നു. ഞാൻ എപ്പോഴും അതിങ്ങനെ മനസ്സിലാലോചിച്ചിട്ടാണ് ബിഗ് ബോസിനകത്ത് പല ടൈമിലും ഇപ്പം വന്നു കഴിഞ്ഞാൽ ഒപ്പം കളിക്കാൻ ഭയങ്കര രസമായിരിക്കും എന്നുള്ളത്. അതിനുശേഷമാണ് സിജോന് എൻട്രി ഉണ്ടായത്. അതിനുശേഷം ഒരു ഭയങ്കര ബ്രദർലി ബോണ്ട് വന്നു. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിനേക്കാൾ വലിയൊരു ബോണ്ട് പുറത്തിറങ്ങിയതിന് ശേഷമാണ് ഞാൻ സിജോ ഒക്കെ തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. സോ അതിന് എന്താ പറയുക, ഭയങ്കര ഒരു ലക്കിയാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാകുന്ന ഫ്രണ്ട്സ് എപ്പോഴും മെയിൻറ്റെയിൻ ആയിട്ട് പോവില്ല ലൈഫിൽ. എപ്പോഴും നമ്മുടെ സ്കൂൾ ഡേയ്സ് അല്ലെങ്കിൽ ചെറുപ്പകാലം മുതലുള്ള ഫ്രണ്ട്സ് മാത്രമാണ് നമുക്ക് മെയിൻറ്റെയിൻ ആയിട്ട് പോകുക. എനിക്ക് തോന്നുന്നത് സിജോന്റെ കൂടെ എനിക്ക് ഒരു ലോങ് റൺ ഉണ്ടാവും ഡെഫിനറ്റ്ലി. ബിക്കോസ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കുറേ കാലം നിൽക്കും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. കാരണം അങ്ങനൊരു വൈബിലാണ്, നമുക്ക് ഒരേ മൈൻഡ് സെറ്റും ഒരേ കൈൻഡ് ഓഫ് എന്താ പറയുക വൈബ് അടിക്കുന്ന ആളുകളാണ്. സോ അതിൽ ഞാൻ ഭയങ്കര ലക്കിയാണ്. ആൻഡ് ഫോർച്ചുനേറ്റ് ആണ് അൺഫോർച്ചുനേറ്റ്, ലിനു സ്നേഹം ഭയങ്കര കമ്പനിയാണ്. ഞങ്ങളുടെ തായ്ലാൻഡ് ട്രിപ്പ് അത് ഭയങ്കരമായിട്ട് പ്ലെയർ അപ്പ് ചെയ്തു. ഇവർ രണ്ടുപേരും തമ്മിൽ ഭയങ്കര കണക്ഷനായി. ഇപ്പൊ അവര് ഭയങ്കര സംസാരവും കാര്യങ്ങളൊക്കെയാണ്. നമുക്കതൊരു ഭീഷണിയാണ്, ഭീഷണി കൂടിയാണ്. സോ ഞങ്ങൾക്ക് അതൊന്നും പറയാൻ പറ്റാത്തൊരു അവസ്ഥയായി പോയി. പല സാഹചര്യത്തിലും ഞാൻ പറയുന്ന നോണ ലിനുവിലേക്ക് എത്തി. സിജോ പറഞ്ഞ കഥ ഞാൻ പറഞ്ഞ കഥയും തമ്മിൽ ഒരു മാച്ചും ഇല്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് ചില സമയങ്ങളിൽ വ്യത്യാസമാണ്. ഞാൻ പല സത്യം അറിയുന്നത് സ്നേഹ വഴിയാണ്. സ്നേഹ വഴി പല സത്യങ്ങളും ലിനു പറയുന്നു, സിജോ വഴി പല സത്യങ്ങളും സ്നേഹിയാണ്. എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ തകരാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാനും സിജോയുടെ കമ്പനിയെ പോലെ തന്നെയാണ് ലിനു സ്നേഹി. നമ്മൾ ഭയങ്കര കമ്പനിയാണ്. ഇപ്പോൾ ആ ഒരു വൈബും കൂടി ആയപ്പോൾ പിന്നെ നമ്മളെല്ലാവരും സെറ്റ് ആയല്ലോ. ഞങ്ങൾ ട്രിപ്പ് പോകുന്നത് ഭാര്യമാരോട് ഞങ്ങള് വീട്ടുമായി കപ്പിളും കുപ്പിളൊന്നും ഇല്ല ഇവിടെ. ഞങ്ങളെ ഗോവ ട്രിപ്പ് മുടക്കിയ ദുഷ്ടകളാണ് നിങ്ങൾ. അല്ല, ഞങ്ങൾ ഒരു കാര്യം പറയാം. ഞാൻ സായും കൂടെ ഞങ്ങൾ പട്ടായ ട്രിപ്പ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളൊരു ഗോവ പ്ലാൻ ചെയ്തു. ഞങ്ങൾ ഗോവ പോകാനായിട്ട് പ്ലാൻ ചെയ്തു. അപ്പോൾ നിഷാന്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞു, നിഷാൻ ഞങ്ങൾക്ക് ഒരു ഗോവ ട്രിപ്പ് പ്ലാൻ ചെയ്ത് തരണം എന്ന് പറഞ്ഞു. ബൈ ദ വേ ഞങ്ങളുടെ എല്ലാ കഥകളിലും നിഷാനയ്ക്ക് അതുണ്ട്. പക്ഷേ ഉണ്ടല്ലോ, ഇവർ രണ്ടുപേരും കൂടെ ഫോൺ ചെയ്ത് ഇവര് രാത്രി സംസാരിച്ച് ഞങ്ങളുടെ ഗോവ ട്രിപ്പ് മുടക്കി. ഞങ്ങൾ വിട്ടില്ല, രണ്ടുപേരും കൂടെ പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഗോവ ട്രിപ്പ് വിട്ടില്ല. അത് മാത്രമല്ല, സായി ദുബായി പോയ സമയത്ത്
ലിനുവും സ്നേഹയും കൂടെ സംസാരിച്ച് സായിനെ ദുബായിൽ നിന്ന് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരുത്തി. ഇവരെന്താണ് സംസാരിച്ചത് എനിക്കറിയത്തില്ല, പക്ഷെ സംസാരിച്ച് ദുബായിൽ സമാധാനമായിട്ടിരുന്ന സായിനെ നാട്ടിലേക്ക്. ആക്ച്വലി ഇന്ന് ബാച്ചിലർ പാർട്ടി നടക്കേണ്ടതല്ല, ഇവര് ന്യൂ ഇയർ പാർട്ടിക്ക് വേണ്ടി ഗോവയ്ക്ക് പോയിരുന്നു. അതെ, അതാണ് ഞങ്ങളുടെ സത്യം. പക്ഷെ ഞങ്ങള് അത് വേണ്ടെന്ന് വെച്ചു. ഇവര് മുടക്കി ഞങ്ങളുടെ പാർട്ടി. അല്ല നാളെ പോവാം. അല്ല എനിക്ക് പക്ഷെ മറ്റേ സന്തോഷമാണ്. നമുക്കൊന്ന് കാണണേ. അതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ സന്തോഷം എനിക്കിത് ഭയങ്കരമായിട്ടുണ്ട്. അവിടെ പാട്ട് പഠിച്ച ആളാണ്, അപ്പൊ പാട്ടുണ്ടായും പാടുന്നത്. അല്ല സ്നേഹ 2 വാക്ക് പറയാം. സ്നേഹമാണ് ഇത് പറയട്ടെ. അപ്പൊ സായിന്റെ റിയാക്ഷൻ ചാനൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഞാൻ സിജോനോട് ഞാൻ നേരിട്ട് പറഞ്ഞ കാര്യമാണ്, എനിക്ക് സിജോനെ ഭയങ്കര ഇഷ്ടമാണ് റിയാക്ഷൻ ചാനൽ ചെയ്തത് എന്നിട്ട് നമ്മൾ നേരിട്ട് കണ്ടപ്പോൾ ഞാൻ മലപ്പുറത്ത് വെച്ച് കണ്ടപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സായിനോട് പറഞ്ഞത് സിജോന്റെ റിയാക്ഷൻ ചാനൽ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ നിൽക്കുന്ന സീറ്റ് കയറാൻ ബിഗ് ബോസ് നിങ്ങളാണ്. പിന്നെ ലിനു പറയേണ്ടത് കൂടി ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് അത്ര കമ്പനി ഇല്ലെങ്കിൽ കൂടി ലിനു വിചാരിച്ച കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ ലിനുവിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് എൻഗേജ്മെന്റ് സമയത്താണ്. അപ്പോ അതിന് മുന്നേ ചാറ്റിങ്ങും കോണ്ടാക്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ബട്ട് കൂടുതൽ കമ്പനി ആയത് ടാലന്റ് ട്രിപ്പിൽ പോയപ്പോഴാണ്. കാരണം ഞങ്ങൾ ഒരേ വൈബായി. ഞങ്ങൾ പിന്നെ പറയും ചെയ്തു, നമ്മൾ ഒരമ്മ പെറ്റ മക്കളാണ്, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ തന്നെ അങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭയങ്കര കമ്പനിയായി. ഇപ്പോഴും ഈ കമ്പനി സംഭവം തുടർന്നുകൊണ്ട് പോകുന്നു. അത് ലൈഫ് ലോങ് ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവിധ ആശംസകളും സിജോനും ലിനു. ഇവ നല്ല കപ്പിളാണ്. സിജോ കുറെ കള്ളത്തരങ്ങള് സായിനോട് പറഞ്ഞിട്ട് എന്നെ ഇടയ്ക്ക് വിളിക്കും, സ്നേഹ നീ ഇതൊന്നും ലിനോട് പറഞ്ഞിട്ടോ. ഓണസ്റ്റ് ആയിട്ട് പറയാലോ, ഞാനും സിജോ ഇടയ്ക്ക് കൊളാബറേഷൻ ഒക്കെ ചെയ്യാറുണ്ട്. ഞങ്ങൾ കൊളാബറേഷൻ പോവാറുണ്ട്. അപ്പൊ ആ കൊളാബറേഷൻ പോകുമ്പോ വീട്ടിൽ പറഞ്ഞിട്ട് പോകണല്ലേ കൊളാക്കല് നീ അധികം നിർത്തണ്ടായിരുന്നു സത്യങ്ങളൊക്കെ കൊളാബറേഷൻ അധികം എന്തെങ്കിലും ചോദിക്കാറുണ്ടോ അവർ രണ്ടുപേരോട് ഈ അവസരത്തിൽ? സത്യം മാത്രം പറയാം. ഞാൻ ഇത് എയർപോർട്ടിൽ ഇറങ്ങിയ സമയത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു, സിജോന്റെ എൻഗേജ്മെന്റ് ടൈമിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ന് ഇതാണ് കറക്റ്റ് ടൈം എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും ഉണ്ട് ഇവിടെ. ഞാൻ ബിഗ് ബോസിൽ വൈഫൊന്നും ഇല്ലാതെ കുറച്ച് മാറി നിന്ന്, അറിയാലോ മനുഷ്യർക്ക് നമുക്ക് ഫീലിങ്സ് ഒക്കെ കാണുമല്ലോ. ഞാൻ നിൽക്കുമ്പോഴാണ് സ്നേഹം കയറി വരുന്നത്. ഇത് ഇന്നെ മോട്ടർ വെച്ച് പറഞ്ഞ് കയറ്റി വിട്ടിട്ടാണ് ഞാൻ ഫ്രഞ്ചീസ് അടിച്ചത്. എനിക്ക് ഇവന് ഫ്രഞ്ചീസ് അടിച്ചേ പറ്റും. ഇവനാണ് നോറേനും ജേനിയും കൂടി ഫ്രഞ്ചീസ് അടിച്ചത്. അതിൽ ഞാൻ കേൾക്കുന്നു. ഇപ്പോഴോ? ഇപ്പൊ പെണ്ണേതാ? ഞാൻ വിചാരിച്ചു നീ അതും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നിക്കിയും മിമ്മിയും ഉണ്ട്. ആ അതെ എക്സാമ്പിൾ ആദ്യം സായി കാണിക്കും. ആ അല്ല അത് വേണ്ടേ അല്ല എക്സാമ്പിൾ എന്തിനാ എന്തൊക്കെ അതാണ് എപ്പോഴും ചെയ്യുന്നത്. മടുത്ത് അതാ. അല്ല സായി ഇത്ര പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചവൻ അതിനൊരു ആളെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ തായ്ലാൻഡിൽ നമ്മുടെ എഴുതി വെക്കും കേട്ടോ കൃത്യമായിട്ട്. പ്രവൃത്തിയിലാണ് കാര്യം, സംസാരം പെങ്ങളെ കുറിച്ച് ദൈവത്തിനെ പറ്റിയിട്ടുണ്ട്. അല്ല എന്തോ കീ വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് കീയാ അൻസിഫ് ഈ റൂം പൂട്ടില്ലെങ്കിൽ ഈ റൂം കൊടുന്നു. ഈ റൂം ആ ലിമയ്ക്ക് വേണ്ടി നേരം കാത്തിരുന്ന മീഡിയക്കാരോട് പറയാനുള്ളത് നിങ്ങളുടെ ക്ഷമ ഞാൻ സമ്മതിച്ചു.
എന്തോ ഇപ്പൊ വേണ്ടേ? മാറ്റി വെച്ച് നാളെ എല്ലാരും അടുത്ത് വന്നിട്ട് എല്ലാരും എണ്ണീറ്റൊക്കെ നിൽക്കുന്നു. ഇത്ര നേരം എല്ലാരും ഇരിക്കുകയായിരുന്നു. സാടകോളഞ്ഞ് എഴുന്നേറ്റല്ലായിരുന്നു. ജാസ്മിൻ സൂം ചെയ്യരുത്. വേണോ? ലിപ്സ്റ്റിക് പോവും. ലിപ്സ്റ്റിക്ക് പോകാതെ കിസ് ചെയ്യാൻ പറ്റും. ഓക്കെ വാ. ഇതല്ല നിങ്ങൾ ആ സൈഡ് കണ്ടു സിജോ, ആ സൈഡ് കണ്ടു, ഈ സൈഡ് കണ്ടില്ലെന്നാണ്. ഞാൻ അവിടെ നോക്കിയതില്ല, ഞങ്ങൾ നോക്കിയത്. അപ്പൊ എന്റെ ആഗ്രഹം സാധിച്ചു. ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. അല്ല ഞാൻ കല്യാണം കഴിക്കുമ്പോ പറഞ്ഞ പോരെ. ഇല്ല ഏഞ്ചൽ അടുത്തായിട്ട് അല്ല ഞങ്ങൾക്കും ഉണ്ട് ആഗ്രഹങ്ങൾ. സായി എന്നെ കൊണ്ടിപ്പോ 3ാമത്തെ തവണയാണ് കിസ് ചെയ്യിപ്പിക്കുന്നത്. 2 തവണ കിസ് ചെയ്തിട്ടോ. മീഡിയക്കാര് തീർന്നിട്ടില്ല. അങ്ങനെ പോകരുത്, മീഡിയക്കാര് പോകരുത്, മീഡിയക്കാർ അടുത്തതായിട്ട് സായി സ്നേഹം കൂടെ ഞങ്ങൾ കിസ് ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞ് കിസ് ചെയ്യാൻ താല്പര്യത്തിന് വേണ്ടി ആദ്യമായിട്ടായിരിക്കും ഒരു ഭർത്താവ് കണ്ടുപിടിക്കാൻ നിൽക്കോ? നിന്റെ കിസ് കഴിഞ്ഞില്ല, നീ മാറി, നീ അവർ കിസ് അടിക്കും. അകലം പാലിച്ച് നിൽക്കാൻ ഇതെല്ലാം നടക്കുമോ? ട്രയൽ വേണോ? ട്രയല് പറ്റിയിട്ടുണ്ട്. കിസ് അടിക്കാൻ താല്പര്യമുള്ളവർക്ക് ആർക്കായാലും പറ്റത്തില്ല. അതിൽ കൂടുതലുണ്ട്. 6 പറയുന്നത് വെറുതെ 6 കൂടുതലുണ്ട്. അപ്പൊ ചേച്ചിനെ കണ്ടു പരിചയപ്പെട്ടു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഭയങ്കര കമ്പനിയായി. പിന്നെ ഇപ്പൊ വീട്ടിലൊരു അംഗം പോലെയാണ്, അല്ലാതെ ഒരു പുതിയൊരാളെ വരുന്ന ഒരു ഫീലൊന്നും നമുക്കില്ല. അപ്പൊ അതേപോലെയാണ്. പിന്നെ സന്തോഷം. പിന്നെ പ്രത്യേകിച്ച് അങ്ങനെ പറയാനൊന്നും ഇല്ല എനിക്ക്. പറഞ്ഞോ മതിയാ? കരച്ചിലൊക്കെ വരുന്നു. അല്ല, പുതിയൊരാളെ കാണുന്ന ഒരു ഫീൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. പറയാൻ ഇത്രയും നാളായത് കൊണ്ട് ഭയങ്കര കമ്പനിയാണല്ലോ നമ്മള്. ഒരിക്കലും ഇല്ല. അതിന്റെ ആവശ്യം നമുക്ക് വരത്തില്ല അല്ലേ? ഇല്ലല്ലോ, വരത്തില്ലെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു. മോള് ചേട്ടനോട് 2 വാക്ക് പറയണം. അത് കഴിഞ്ഞ് ചേട്ടനൊരു പാട്ടുണ്ട്. ചേട്ടന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല പാട്ടുകാരനാണ്. ദേവേട്ടൻ നല്ല ദേവ ഗണങ്ങളിൽ പാട്ട് പാടുന്നത്. ഞാൻ ഔട്ടായിട്ട് വീട്ടിൽ ചെന്നപ്പോ എനിക്ക് ഏറ്റവും വഴക്ക് കിട്ടിയ എന്തിനാണെന്നറിയോ? സിജോയെ എന്താ അമ്മ കേറ്റാണ് നിങ്ങളുടെ ടീമിന്? അമ്മയാണ് കേറ്റാഞ്ഞത്. സിജോ എന്താ അമ്മ കേട്ടത്? അതേവട്ടും അതുപോലെ തന്നെ. നിനക്ക് എന്താ സിജോയെ കേറ്റാൻ മാറി തിരിഞ്ഞ് ഇവർക്ക് ഇതേ ചോദിച്ചാൽ ഇവരിത് തന്നെ ഡെയിലി അമ്മയാണ് ഈ കുഴപ്പമുണ്ടാക്കിയത്. ഞാൻ
പറഞ്ഞു ഞാൻ ഗെയിം കളിക്കാൻ പോകുമ്പോൾ നമ്മൾ ഗെയിമില്ലേ നമ്മളിതൊന്നും നോക്കാൻ പറ്റില്ല. എനിക്കപ്പം തോന്നി അങ്ങനെ. സത്യം പറഞ്ഞാൽ ഇവരാണ് സിജോയുടെ ഫാൻസ്. എന്റെ 2 മക്കളും. ആമിക്ക് വരാൻ പറ്റില്ല, ആമി സ്ഥലത്തില്ല. പക്ഷെ അത് ഗെയിമിന്റെ പാർട്ട് ഓഫ് ദി ഗെയിം. പക്ഷെ അല്ലാതെ പേഴ്സണലി സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയാ അടുപ്പമുണ്ട് എനിക്ക് സിജോയായിട്ട്. അന്ന് മുതൽ ഇപ്പോഴും ഇടയ്ക്ക് വിളിക്കും, ഇടയ്ക്ക് നമ്മൾ കണ്ടു. സിജോ ട്രിവാൻഡ്രം വീട്ടിലൊക്കെ വന്നിരുന്നു. അങ്ങനെ നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പോലെ. അതാണ് സത്യം. ഈ ഗെയിമൊക്കെ വിട്ടിട്ട് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ. അതാണ് സിജോ എനിക്ക് മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിക്ക്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ഓടിപ്പിടിച്ചെത്തിയത്. ശരിക്കും കല്യാണത്തിന് എനിക്ക് വരാൻ പറ്റാത്ത സാഹചര്യം. കാരണം യമുനേച്ചിക്ക് 4-ാം തീയതി വരാൻ പറ്റുന്ന നേരത്തെ എനിക്ക് അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അമ്മയുടെ ഫാമിലി മീറ്റ് ഉണ്ട്. അപ്പോൾ യമുനേച്ചി അവിടെ തീർച്ചയായിട്ടും പോകേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു യമുനേച്ചി എന്തായാലും വരണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അത്രയും സ്നേഹമുള്ളതുകൊണ്ടാണ് യമുനേച്ചി പെട്ടെന്ന് തന്നെ ഈ ഒരു അത്രയും ട്രാവൽ ചെയ്ത് ട്രിവാൻഡ്രത്ത് ഇവിടെ വരെ ട്രാവൽ ചെയ്ത ഒരു ഫാമിലി ആയിട്ട് തന്നെ നമ്മുടെ അടുത്തേക്ക് വന്നത്. അതിന് ഒരുപാട് താങ്ക്സ് ഉണ്ട് യമുനേച്ചി. ദേവേട്ട മോനെ 2 മൈക്ക്. We are really glad we came because Sijo is a gentleman. He looks like a gentleman. He smells like a gentleman. He acts like a gentleman. He is a gentleman, and you are lucky girl. Thank you. അതെ. So nice evening with all loved ones. Of course, all the faces are familiar, and I am so glad that I'm able to come. പിന്നെ ഈ വെള്ളം തപ്പ ഉക്കറാൻ നടന്നുകൊണ്ട് ഇപ്പൊ വന്നപ്പോഴാണ് മനസ്സിലായി എല്ലാവരും ഒന്നും വെള്ളം എടുത്തിട്ടില്ല. അപ്പം നമുക്ക് കുറച്ച് നേരത്തെ വരാറുണ്ട്. വെള്ളം കിട്ടിയില്ല. വെള്ളം അന്വേഷിച്ച് നടന്നതാണ് ഇത്ര പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ നേരത്തെ വന്നേനെ. Anyway, let's have a nice evening and congratulations both of you. Thank you. Beautiful peoples. Thank you so much. ദേവേട്ട ഒരു സോങ് വേണേ. ദേവേട്ട ഒരു സോങ് വേണമെന്ന് പറഞ്ഞു. ചെറിയൊരു പാട്ടുണ്ടായിരിക്കും, പക്ഷെ അതിനായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് പറയാം.